ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൊച്ചുകുട്ടികളെ, സമയം ഒത്തിരി താമസിച്ചു പോയി. നമ്മൾക്ക് നോക്കുമ്പോൾ കസേരകളെല്ലാം കാര്യമായി തുടങ്ങുന്നു. അതിലുപരി നമ്മളിന്ന് കാണുന്ന ഈ കുട്ടികളുടെ സന്തോഷം, പ്രീ KG LKG കുട്ടികളുടെ ഈ സന്തോഷം ഉല്ലാസം നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ആ പഴയ കാലത്തേക്ക് നമുക്കൊരു തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഴയ സ്കൂൾ വിദ്യാഭ്യാസം, ഈ കുട്ടികളെ ഓടി നടക്കണം കണ്ടപ്പോൾ എന്തൊരു സന്തോഷം അവർക്ക്. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലൊരു കുട്ടിക്കാലം, അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദുരിതം തോന്നുന്ന സമയത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സ്കൂളിൽ പറയാൻ സമയമില്ല. ഈ സന്തോഷം, ഈ കുട്ടികളുടെ സന്തോഷം ഈ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരു 18 വയസ്സ് വരെയെങ്കിലും സന്തോഷിച്ച് വളർത്താൻ പറ്റിയാൽ നമ്മൾ ഇരിക്കുന്നതിന് പ്രയോജനം കിട്ടും. ഞാൻ ഒറ്റക്കാരെ പറയുന്നു. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് സ്ഫടികപാത്രം പോലെയാണ്, താഴെ വീണാൽ പൊട്ടിപ്പോയി, പിന്നെ അത് കൂട്ടി ഒഴിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലാണ് കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ നമ്മൾ വിജയിച്ചു. കാരണം ഇന്ന് ഏറ്റവും വലിയൊരു ടാസ്ക് മാതാപിതാക്കളുടെ മുന്നിലുള്ളത് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. ഏത് മാതാപിതാക്കളെടുത്താലും ഇന്ന് ഏറ്റവും വലിയ ജോലി 18 വയസ്സ് വരെ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തി വലുതാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം സാഹചര്യം വളരെ മോശമാണ്, സമൂഹം വളരെ മോശമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ മോശകരമായ സമൂഹത്തിലൂടെ മക്കളെ വളർത്തുക എന്നുള്ളത് ഏറ്റവും വിജയിച്ചാൽ വൻ വിജയമായി തീരും. അല്ലെങ്കിൽ പോയാലോ എന്നേക്കുമായിട്ട് നമ്മൾ ഒരു ദുരന്തത്തിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് പോകും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനമാണ്. നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഏറ്റവും വലിയൊരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മുടെ ക്ലബ്ബുകാരുള്ള വർഷങ്ങളോളം ഫുട്ബോൾ മേളകൾ നടത്തുന്ന വലിയ ഒരു ഫുട്ബോൾ സ്റ്റേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടുത്താണ് നമ്മളിരിക്കുന്നത്. 2 വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താണ് വിദ്യാഭ്യാസത്തിൽ സ്പോർട്സിൻ്റെ പങ്ക്? എന്തിനാണ് വിദ്യാഭ്യാസത്തിൽ സ്പോർട്സുകൾ കുത്തിക്കയറ്റിയിരിക്കുന്നത്? കായിക ആരോഗ്യ വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് വളരെ മാൻഡേറ്ററി ആയിട്ട് സ്കൂളിൽ, കോളേജിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭാഗമാണ്. കാരണം കുട്ടികളുടെ അഭിരുചികൾ വേറെ വേറെയാണ്. പല അഭിരുചിയുള്ള കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാ കുട്ടികൾക്കും ഫുൾ A+ വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൊണ്ട് കൂടുതൽ മികവ് കാണിക്കുന്നൊന്നുമില്ല. ഓരോ കുട്ടികൾക്കും അതിൻ്റേതായ അഭിരുചിക്കനുസരിച്ച് വളർത്തിയാൽ മാത്രമേ നമുക്ക് ആ കുട്ടികൾക്ക് മികവുറ്റതാക്കാൻ പറ്റുള്ളൂ. എല്ലാ മാതാപിതാക്കൾക്കും ഒറ്റ ആഗ്രഹമുള്ളൂ, നമ്മുടെ കുട്ടികളുടെ ഒന്നാമതെത്തണമെന്ന്. നടക്കുള്ളൂ. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയല്ലേ ഒന്നാമതെത്തുള്ളൂ. എല്ലാ കുട്ടികൾക്കും എല്ലാം ഒന്നാമതെത്താൻ പറ്റില്ല. പക്ഷെ അവർക്ക് വേറെ പല അഭിരുചികൾ അനുസരിച്ച് മാറ്റിയാൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മോശം കൂട്ടുകെട്ടിലേക്ക് മക്കൾ പോകാതിരിക്കാൻ നോക്കാമെന്ന് മാത്രമേ നമുക്കൊന്നുള്ളൂ. അവർക്ക് എന്താണോ അവർക്ക് താല്പര്യം അതെല്ലാം തിരിച്ചു വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക എന്നാണ് നമ്മളുടെ മാതാപിതാക്കളും രക്ഷകർത്താക്കളും അധ്യാപകരും ചെയ്യേണ്ടത്. അപ്പോൾ മോശമായ സാഹചര്യത്തിൽ മക്കൾ വളർന്നു കഴിഞ്ഞാൽ അതിന് വികാരപരമായിട്ട് നമ്മൾ സ്വീകരിക്കാതെ വിവേകപരമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ മക്കളെ വളർത്തിക്കൊണ്ട് വരിക. ഇന്ന് ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഫുട്ബോളിൽ തന്നെ മറഡോണ ആയാലും പെലെ ആയാലും, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉന്നത പോസ്റ്റ് അലങ്കരിച്ച IM വിജയനാണെങ്കിലും കുരിയേഷ് മാത്യു, ഇങ്ങനെയുള്ള എല്ലാ ഹൈ ഓഫീഷ്യൽസാണെങ്കിലും അവരെല്ലാവരും ഇത്തരത്തിലുള്ള കായിക ആരോഗ്യ വിദ്യാഭ്യാസം ബന്ധപ്പെട്ട് പഠിച്ച് അവർ നല്ല രീതിയിൽ ഉയർന്നു വന്ന ആളുകളാണ്. അപ്പം അത്തരം കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുവരണം. നമുക്കറിയാം, പെലെ എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ മാന്ത്രികനുണ്ടായിരുന്നു. ബ്രസീലിൽ 3 തവണ നമുക്ക് ബ്രസീലിന് ലോക ഫുട്ബോൾ നേടിക്കൊടുത്ത ആളാണ്. ഈ പെലെ ഒരു ദിവസം സിഗരറ്റ് വലിക്കണ കണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് അത് കണ്ടുകൊണ്ട് പോയി, മിണ്ടാതെ പോയി. നമ്മളിന്നാണെങ്കിലോ അവിടെ വെച്ച് കൊടുക്കും അടി. അങ്ങനെ മിണ്ടാതെ പോയ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ പിതാവ് ആ പെലയോട് ചോദിച്ചു, നീ ഇന്ന് വീടി വലിച്ചോന്ന് ചോദിച്ചു. സിഗരറ്റ് വലിച്ചോ? ഓവ്. നീ സിഗരറ്റ് വലിക്കുന്നത് മോശമാണ്, അതൊരു ലഹരിപ്പെട്ട കാര്യമാണ്. നീ സിഗരറ്റ് വലിച്ചാൽ നിൻ്റെ ഭാവി പോവും. നല്ലൊരു ഫുട്ബോളർ ആവാനുള്ള, ഏറ്റവും മികച്ച ഫുട്ബോളർ ആവാനുള്ള നിൻ്റെ സ്വപ്നമാണ് തകരാൻ പോകുന്നത് എന്ന് അവൻ ഉപദേശിച്ചപ്പോൾ ഉപദേശം കൈകൊണ്ട് ഈ പെലയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തിൽ അദ്ദേഹം പുകയും വലിച്ചിട്ടില്ല, ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മുടെ മക്കളുള്ളത് ഈ ലഹരി ഉപയോഗമാണ്. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ ലഹരി ഉപയോഗം. ആ ലഹരി ഉപയോഗത്തിന് നമ്മൾ കഴിഞ്ഞിട്ടുകൊണ്ടും മക്കളെ അഭിരുചിക്ക് വളർത്തിക്കൊണ്ടും മക്കളെ നമ്മൾ ഇതിനു മുമ്പുള്ള പ്രാസംഗിക പറഞ്ഞ മാതിരി സ്വപ്നം കാണാൻ പഠിപ്പിച്ചുകൊണ്ടും, സ്വപ്നം കാണുക എന്നുള്ളത് മോശം സ്വപ്നങ്ങളോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്നതോ പാർക്കിലിരിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളോട് കടന്നിറക്കുന്ന സ്വപ്നങ്ങളല്ല. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതും അവൻ്റെ വ്യക്തിത്വത്തിന് വേണ്ടതുമായ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കണം. APJ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി രാത്രി
കാണുന്ന നല്ല സ്വപ്നം ഉറക്കത്തെ കടത്തുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല സ്വപ്നങ്ങൾ കാണാൻ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക. മക്കൾ ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ എടുത്ത് വളർത്തുക. ഉസൈൻ ബോൾട്ട് നിങ്ങൾക്കറിയാം, ഫാസ്റ്റസ്റ്റ് മാൻ, 100 മീറ്റർ 200 മീറ്റർ ഒളിമ്പിക്സിലെ റണ്ണറാണ്. ഏറ്റവും മികച്ച ആളാണ് ഉസൈൻ ബോൾട്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഡ്രീംസ് ആർ ഫ്രീ, ഗെറ്റിംഗ് ഗോൾസ് ആർ ഹാവ് കോസ്റ്റ്. എന്താ അർത്ഥം? സ്വപ്നം കാണാൻ ഫ്രീ ആണ്, സ്വപ്നം ആർക്കും കാണാം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് കുറച്ച് എന്ത് വേണം? കുറച്ച് മുടക്കുണ്ട്. ടൈം, എഫർട്ട്, സാക്രിഫൈസ്, ലാസ്റ്റ് സ്വെറ്റിങ്. സമയം വേണം, എഫർട്ട് വേണം, ത്യാഗം വേണം, വിയർപ്പ് വേണം. അധ്വാനിക്കാതെ എന്നോരടുത്ത് വരെ എത്താൻ പറ്റത്തില്ല. മക്കൾക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക, അവർ അധ്വാനിപ്പിക്കാൻ പഠിപ്പിക്കുക, മത്സരിപ്പിക്കാൻ മാത്രം പഠിപ്പിക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു അധ്വാനത്തിൻ്റെ ഒരു വേർപ്പും നമുക്ക് തോമസ് ആൽവ എഡിസൺ നമ്മൾ ലൈറ്റ് കണ്ടുപിടിച്ച ആളാണ്. 13 വയസ്സിൽ പത്രം വിട്ടിടുന്ന മനുഷ്യനാണ്. ചെവി പകുതി കേൾക്കാവുന്ന മനുഷ്യനാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ, 99% പേഴ്സ്പിറേഷൻ. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം. 1% മാത്രമേ നമുക്ക് പ്രചോദനം കൊടുക്കാൻ പറ്റുള്ളൂ. ബുദ്ധിമാന്മാർക്ക് 1% മാത്രമേ നമുക്ക് പ്രചോദനം, നമ്മൾ ഇരിക്കുന്ന പ്രചോദനങ്ങൾ, കുട്ടികൾക്ക് അവാർഡുകൾ റിവാർഡുകൾ കൊടുക്കുന്നത്, അവർ നമുക്ക് സ്വീകരണം കൊടുക്കുന്നില്ല. ആ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് 1% ഉള്ളൂ. 99% പേഴ്സ്പിറേഷൻ, അവരുടെ അധ്വാനം, അവരുടെ വിയർപ്പ്. സ്വയം അധ്വാനിച്ചും സ്വയം വിയർപ്പ് നേടിക്കൊണ്ട് ഇത് നേടണമെന്ന ആ ലക്ഷ്യത്തോടു കൂടി മുന്നേറാൻ മാത്രമേ ഒരു ജീനിയസ് ആവുകയുള്ളൂ, നല്ലൊരു വ്യക്തിത്വം ആവുകയുള്ളൂ, നല്ലൊരു വ്യക്തി ആവുകയുള്ളൂ. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഈ ഒരു ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്ത് എന്നെ വിളിച്ച അതിൻ്റെ മാനേജ്മെൻറ്റിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നല്ലൊരു ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കപ്പെട്ട് ഇതിൽ നല്ലൊരു ഫുട്ബോൾ കളിക്കാരായ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ സമീപത്തിലുള്ള പല സ്കൂളുകളിലും കൈവരിക്കുന്ന ആ ഒരു നേട്ടം നമ്മുടെ നാട്ടിലുള്ള ഈ സ്കൂളായ മാലിക്കനാറും നേടട്ടെ, കൈവരിക്കട്ടെ എന്ന് സർവ്വശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഉമ്മമാർക്കും സലാം പറഞ്ഞുകൊണ്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.